വാർത്തകൾ തുടരുന്നു. ദുരന്തമുഖത്ത് പകച്ചുപോയ കുട്ടികളെ കളിച്ചിരികളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഒരു സംഘം അധ്യാപികമാർ. കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന് കീഴിൽ മോണ്ടിസോറി പരിശീലനം സിദ്ധിച്ച അധ്യാപികമാരാണ് വയനാട്ടിലെ കുരുന്നുകൾക്ക് കൈത്താങ്ങായി മാറിയത്. ദുരന്തമുഖത്ത് പകച്ചുപോയ കുട്ടികളുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ അധ്യാപികമാർ. കേരള എഡ്യൂക്കേഷൻ കൗൺസിലിന് കീഴിൽ മോണ്ടിസോറി ട്രെയിനിങ് പൂർത്തിയാക്കിയ അധ്യാപികമാരാണ് തങ്ങളുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് വയനാട്ടിലെ കുരുന്നുകൾക്ക് ആശ്വാസം പകരാൻ ചുരം കയറിയത്. ഒറ്റപ്പെട്ടു പോയതിൻ്റെ വേദനയിൽ കരയാനോ ചിരിക്കാനോ കഴിയാതെ പകച്ചുപോയ കുട്ടികൾക്ക് ഇവർ ആരൊക്കെയോ ആയി മാറുകയായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു. ആരും കളിയും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചില കുട്ടികൾ ആരോട് സംസാരിക്കില്ല, അതിൻ്റെ ഒരു മെൻ്റൽ സ്ട്രോമിൽ എല്ലാവരും ഉണ്ടായിരുന്നത്. തീരെ സംസാരിക്കില്ല, അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾ ഏറ്റെടുത്ത ദൗത്യം ഞങ്ങളെ കൊണ്ട് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അവിടെ ഒരു ടിൻഡു എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ ആരായിട്ടും സംസാരിക്കില്ല, അങ്ങനെ പെട്ടെന്ന് ചിരിക്കും, പെട്ടെന്ന് കരയും, അങ്ങനെയുള്ളൊരു പ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നത്. മേ ബി അത് നേരിട്ട് കണ്ടുകൊണ്ടാവാം അങ്ങനെയെന്നാണ് തോന്നിയത്. പിന്നെ അവിടുത്തെ സൈക്കോളജിസ്റ്റൊക്കെ നോക്കിയിട്ടും ആ കുട്ടി അങ്ങനെ സംസാരിക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ സെയിം അവസ്ഥ കണ്ടിന്യൂ ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെന്നതിന് ശേഷം എല്ലാവരും സംസാരിച്ചിട്ടും ആ കുട്ടീനെ കളി ചിരിയിലൂടെയൊക്കെ മാറ്റിയെടുത്ത് ഞങ്ങൾ വരുമ്പോൾ കുട്ടി നല്ല ഉഷാറായി എല്ലാവരോടും സംസാരിച്ച് കളിച്ച് ചിരിച്ചിട്ടാണ് കണ്ടത്. ദിവസങ്ങളോളം ദുരിതാശ്വാസ ക്യാമ്പിൽ കുട്ടികൾക്കൊപ്പം താമസിച്ച് അവരെ പതിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിച്ച ശേഷമാണ് ഇവർ വയനാട്ടിനോട് വിട പറഞ്ഞത്. കേരള എഡ്യൂക്കേഷൻ അക്കാദമിക് ഡയറക്ടർ കൊല്ലറക്കൽ സതീശനും പ്രിൻസിപ്പൽ കെ രേഷ്മയും ജില്ലാ ശിശുക്ഷേമ സമിതിയുമെല്ലാം ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകി. തിരികെ നാട്ടിലെത്തിയിട്ടും ദുരിതമേഖലയിലെ ആ കുട്ടികളുടെ മുഖങ്ങൾ ഇവരുടെ മനസ്സിൽ നിന്ന് മായുന്നില്ല. ACV ന്യൂസ്, കോഴിക്കോട്.